Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, class start ചെയ്യാം. Then last class നമ്മൾ ട്രേഡ് യൂണിയനെ കുറിച്ചാണ് പറഞ്ഞത്. സോ എന്താണ് ട്രേഡ് യൂണിയൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. Then ഇനി നമ്മൾ നോക്കാനായിട്ടുള്ളത് ട്രേഡ് യൂണിയനെ കുറിച്ചിട്ട് 2-3 വ്യക്തികൾ എങ്ങനെയാണ് ട്രേഡ് യൂണിയനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ നോക്കാനായിട്ടുള്ളത്. ശ്രദ്ധിക്കുക, 3 വ്യക്തികളാണ്. അവരുടെ പേരുകളൊന്ന് പഠിച്ചു വെക്കണം. ഓരോരുത്തരുടെ ഡെഫിനിഷൻ ഓർത്ത് വെക്കണം. കാരണം എക്സാമിന് ആ ഒരു കോഡ് തന്നിട്ട് ഒരു ടെമ്പൈ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോ പേരുകളൊന്ന് ഓർത്ത് വെക്കാം. ഓരോരുത്തരുടെ ഡെഫിനിഷനും ഒന്ന് പഠിച്ചു വെക്കണം. Then first one, according to Lester എന്നൊരു വ്യക്തി പറഞ്ഞിരിക്കുന്നതാണ്, a trade union is an association of employees designed primarily to maintain or improve the condition of employment of its members. അപ്പോൾ according to Lester പറയുന്നത് a trade union is an association of employees, അല്ലെ, എംപ്ലോയീസിന്റെ ഒരു association ആണ്. Then designed primarily to maintain or improve condition of employment of its members. അപ്പോൾ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ അസോസിയേഷൻ ആണ്. ദെൻ ആ എംപ്ലോയീസിന്റെ തൊഴിലവസ്ഥ, അവരുടെ ആ ഒരു തൊഴിൽ നിലനിർത്തുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ദെൻ അതിനെ ഇംപ്രൂവ് ചെയ്യാനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ഒരു തയ്യാറാക്കിയ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ട്രേഡ് യൂണിയൻ എന്നാണ് അക്കോർഡിംഗ് ടു ലെസ്റ്റർ അഭിപ്രായപ്പെടുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, ആ ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്ത് വെക്കണം. സോ അദ്ദേഹം പറഞ്ഞത് ഒരു സംഘടനയാണ് എംപ്ലോയീസിന്റെ തൊഴിൽ വ്യവസ്ഥകളൊക്കെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ എന്താണ് നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു സംഘടനയാണ് എന്ത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വ്യക്തിയാണ് അക്കോർഡിംഗ് ടു ഫ്ലിപ്പോന്റെ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ട്രെയിനിങ് ഡെവലപ്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറേ അല്ലെ നമ്മൾ ഫ്ലിപ്പോന്റെ പേര് പഠിച്ചിട്ടില്ലേ? ട്രെയിനിങ്ങിലാണെങ്കിലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ പറയുന്നത് a trade union is a workers organization which is established by their collective activities to the welfare of the members in social, economic and potential interest and keep them secure and for improvement in it. അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ പറയുന്നത് വീണ്ടും ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു വർക്കേഴ്സിന്റെ അല്ലെ തൊഴിലാളികളുടെ ഒരു സംഘടനയാണ് അല്ലെ, വർക്കേഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ സാമൂഹിക സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊട്ടൻഷ്യൽ അല്ലെ, അതായത് സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അതിനകത്ത് മെമ്പേഴ്സിന്റെ ക്ഷേമത്തിനും വെൽഫെയർ അല്ലെ, അതായത് അവരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും അവരുടെ പുരോഗതിക്കും വേണ്ടി ഇംപ്രൂവ്മെന്റും സെക്യൂർഡും അവരുടെ സുരക്ഷയ്ക്കും പുരോഗതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രവർത്തനങ്ങളുടെ ഒരു സംഘടനയാണ് എന്ത് ട്രേഡ് യൂണിയൻ എന്നാണ് അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ പറയുന്നത്. ഓക്കെ, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫ്ലിപ്പോന്റെ വേർഡ്സും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത് അടുത്തൊരു വ്യക്തി പറയുന്നതാണ് അക്കോർഡിംഗ് ടു വെബ് പറയുന്നത് a trade union is a continuous association of wage earners for the purpose of maintaining and improving the condition of their working lives. ഇവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു വെബ്സ് പറയുന്നത് ആ ഒരു തൊഴിൽ ജീവിത സാഹചര്യങ്ങൾ, അവന്റെ ആ ഒരു തൊഴിലിലെ സാഹചര്യങ്ങൾ അല്ലെ, വർക്ക് ഇക്കണോമിക് കണ്ടീഷൻസുകൾ, ആ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിർത്താനും അതുപോലെ തന്നെ അത് മെച്ചപ്പെടുത്തുന്നതിനുമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്ത് ട്രേഡ് യൂണിയൻ എന്നാണ് അക്കോർഡിംഗ് ടു വെബ്സ് പറയുന്നത്. അതായത് നമ്മളുടെ ഫസ്റ്റ് പറഞ്ഞ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം സാമ്യമായിട്ടാണ് വെബും പറയുന്നത്. ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു സാമ്യത്തോടുകൂടി തന്നെയാണ് വെബും പറയുന്നത്. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അത് വർക്ക് ഓർഗനൈസേഷൻസിലെ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനും നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് എന്ത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 3 വ്യക്തികളാണ് ട്രേഡ് യൂണിയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 3 വ്യക്തികളുള്ളത്, കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. കുറെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോയാലേ അല്ലെ.
3 പേരായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, 3 പേരുകൾ പഠിച്ചാൽ മതി അല്ലെ. അധികം ആരും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. വായിച്ചു നോക്കാം കേട്ടോ, 3 പേരുടെ ഒന്ന് വായിച്ചു നോക്കുക. എളുപ്പമാണ്, നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മലയാളത്തിലാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലെക്ചർ പറഞ്ഞത് ചെറിയൊരു കാര്യമാണ്, എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് ഇമ്പ്രൂവ് ചെയ്യിക്കുക. ഫ്ലിപ്പോ പറഞ്ഞത് എന്താണ്, സോഷ്യോ ഇക്കണോമിക് ഒക്കെ പറഞ്ഞതാണ് ഫ്ലിപ്പോ എന്ന് ആലോചിക്കുക. വെബ് പറഞ്ഞത് ഏകദേശം ലെക്ചർ ആയിട്ടും ഒരു സാമ്യമുള്ള രീതിക്ക് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും ഒരു കോഡ് വെച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്തൊന്നും പഠിക്കേണ്ട, മറന്നു പോകും നിങ്ങള്. സോ ജസ്റ്റ് ഒന്ന്, ഇപ്പൊ ഫ്ലിപ്പോ ആണെങ്കിൽ സോഷ്യൽ ഇക്കണോമിക് ഒക്കെ പറഞ്ഞത് ഫ്ലിപ്പോ ആണ്. ലെക്ചർ പറഞ്ഞത് എന്താണ്, അഡീഷണൽ കാര്യങ്ങളും ഇംപ്രൂവ് മെയിൻറ്റെയിൻ ആണ് പറഞ്ഞത്. വെബ്സ് പറഞ്ഞത് എന്താണ്, കണ്ടിന്യൂസ് എന്നുള്ളതാണ് വെബ്സ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പഠിച്ചില്ലേ, ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചല്ലോ 3 എണ്ണം പഠിച്ചോ. അങ്ങനെ ഏതെങ്കിലും ചെറിയ ചെറിയ പോയിന്റുകൾ ഒന്ന് ഓർത്ത് വെക്കുക പഠിക്കാനായിട്ട് എളുപ്പത്തിന്. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ വായിച്ചു പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല അല്ലെ. അപ്പൊ 3 എണ്ണം അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഫ്ലിപ്പോന്റെ ആണെങ്കിൽ സോഷ്യോ ഇക്കണോമിക് ആലോചിക്കണം, വെബിന്റെ ആണെങ്കിലോ കണ്ടിന്യൂസ് ആണെന്നാണ് വെബ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ ഓരോന്നും പഠിക്കുമ്പോഴേ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ അതിനെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാം ഒരുപാട് ഇങ്ങനെ വലിച്ചു മാറി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിലും എളുപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെറിയ ചെറിയ കോഡ് പോലെയൊക്കെ വെച്ച് പഠിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരുണ്ടാവും, അങ്ങനെ പഠിക്കുന്നവരുണ്ടാവുമെങ്കിലും. പിന്നെ ചിലവർക്ക് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം കിട്ടുന്നുള്ളവരുണ്ടാവേ. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇതുപോലെ ബൈ ഹാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാൻ അതുകൊണ്ട് പ്രിഫർ ചെയ്യാറുമില്ല, ആർക്കും ഞാൻ പ്രിഫർ ചെയ്യാറില്ല നമ്മൾ സ്റ്റുഡൻസിനോട് ബൈ ഹാർട്ട് പഠിക്കണമെന്ന്. നമ്മൾ തന്നെ ചെറിയ ചെറിയ കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല അത്. ഓക്കെ, വായിച്ച് കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, ക്ലിയർ ആണല്ലോ 3 പേരുടെ ഡെഫിനിഷൻ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രേഡ് യൂണിയൻ. അപ്പൊ നമ്മൾ ട്രേഡ് യൂണിയൻ എന്താണെന്ന് കണ്ടു. ഞാൻ കുറച്ച് പേരുടെ ട്രേഡിംഗ് യൂണിയൻസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളല്ല ഡെഫിനിഷൻസ് പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ട്രേഡ് യൂണിയന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. Various characteristics of trade unions are categorized below. ഇപ്പൊ പ്രധാനമായിട്ടും ഒരു 6 പ്രത്യേകതകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആ മെയിൻ പോയിന്റ്സുകൾ, അതായത് അഡാപ്റ്റഡ് ചെയ്തിട്ടുണ്ടല്ലോ, മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. അത് കമ്പൽസറി ആയിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഓരോ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഉള്ളില് അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ട്രേഡ് യൂണിയൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? മെയിൻ ആയിട്ടുള്ള 6 ക്യാരക്ടറിസ്റ്റിക്സുകൾ പഠിച്ചിരിക്കണം. ഇതിനുള്ളിലുള്ളത് നിങ്ങൾ വായിക്കണം. 2 പ്രാവശ്യം വായിച്ചാൽ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആദ്യം ക്യാരക്ടറിസ്റ്റിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 6 എണ്ണം നോക്കാം. അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ, കോമൺ ഇൻട്രസ്റ്റ്, ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്, മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്, works as an intermediary between employees and employer, act as a subsystem. Okay, ഇനി നമുക്ക് ഓരോന്നും ഒന്ന് വായിക്കാം കേട്ടോ ക്യാരക്ടറിസ്റ്റിക്സുകള്. ഫസ്റ്റ് വൺ പറയുന്നത് അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ. ഓക്കെ, ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് വായിച്ചിട്ട് അതിന്റെ മീനിങ് നമുക്ക് പറയാം. Association of employees in a trade union is on their own will and no forced. All the volunteer employees join the union to work together in a direction of achieving their common objectives. Such associations have numerous workers from different occupations. ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഒക്യുപ്പേഷനിൽ നിന്നും പല ജോലി സാഹചര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല ജോലികളിൽ നിന്നുള്ള ഒത്തിരി ന്യൂമറസ്, അതായത് ഒരുപാട് മെമ്പേഴ്സ് അതിൽ ഇൻവോൾവ്ഡ് ആണ്, അംഗങ്ങളാണ്. ദെൻ എന്താണ് ജീവനക്കാർക്ക്. സോ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻ ഈസ് ഓൺ ദെയർ ഓൺ വിൽ ആൻഡ് നോട്ട് ഫോഴ്സ്ഡ്. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടല്ല അതിൽ ചേർക്കുന്നത്, അവരുടെ സ്വന്തമായ ഇഷ്ടപ്രകാരമാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രേഡ് യൂണിയനിൽ അംഗങ്ങളാകുന്നത്. അതുപോലെ തന്നെ എന്താണ് എല്ലാവരുടെയും ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി അച്ചീവിംഗ് ദെയർ കോമൺ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ പൊതു ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവര് ഒത്തൊരുമിച്ചിട്ട് ഈ ഒരു ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സ് ഒത്തൊരുമിച്ച് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാനായിട്ട് അവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് അസോസിയേഷൻ ഓഫ് വോളണ്ടറി ഇൻ നേച്ചർ. ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്ന്, അല്ലാതെ ഒരാളുടെ താല്പര്യത്തിന് മാത്രമല്ല, മറിച്ച് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് അവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഓക്കെ,
ഇനി രണ്ടാമത്തെ പ്രത്യേകതകൾ നോക്കാം. കോമൺ ഇൻട്രസ്റ്റ്. കോമൺ ഇൻട്രസ്റ്റ്. Common problems and interest of the workers is the primary motivational factor and also the reason behind their unity. അല്ലെ, അതായത് കമ്പനിയുമായിട്ട് ഒരു നല്ലൊരു ബന്ധം, ഒരു യൂണിറ്റി അല്ലെ, ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് നല്ലൊരു യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു ബന്ധം നിലനിർത്തണമെങ്കിൽ ഈ ഒരു ട്രേഡ് യൂണിയൻ നമുക്ക് ആവശ്യമാണെന്ന്. ഇങ്ങനെയാണ് ആവശ്യം വരുന്നത്. അതായത് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് മീൻസ് ഒരു മോട്ടിവേഷനും അതുപോലെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും നമുക്ക് ഈ ഒരു ട്രേഡ് യൂണിയൻ കൊണ്ട് സാധ്യമാകുന്നു. And through their trade union, they try to maintain sound relations with management of the company. അതുപോലെ തന്നെ കമ്പനിയിലെ മാനേജ്മെന്റുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നമുക്ക് ഈ ട്രേഡ് യൂണിയൻ വഴി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ആവശ്യങ്ങളും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളും താല്പര്യങ്ങളൊക്കെയാണ് ഈ ട്രേഡ് യൂണിയനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ എല്ലാവർക്കും കോമൺ ആയിട്ട് അവരുടെ തൊഴിൽപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ചിലപ്പോൾ സാലറിയുടെ കേസസ് ആവാം, ബെനിഫിറ്റ്സിന്റെ ആകാം. അപ്പോ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഫസ്റ്റത്തെ രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കൂ. ക്യാരക്ടറിസ്റ്റിക്സ് വായിക്കാം കേട്ടോ. ഫസ്റ്റത്തെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വായിക്കാം. രണ്ടെണ്ണം വെച്ച് നമുക്ക് വായിച്ചിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. മനസ്സിലാക്കി വായിക്കണം കേട്ടോ. മെയിൻ പോയിന്റ്സുകൾ പഠിക്കണം. 6 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കാം. ഇതിനുള്ളിലുള്ളത് എളുപ്പമാണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും ക്ലിയർ ആണല്ലോ? 2 പോയിന്റ്സുകള് നോക്കാം. മൂന്നാമത്തത് ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്. ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, താഴെ നിന്ന് മുകളിലേക്കുള്ളത്. The trade unions are set up in which employees or workers of companies join together voluntarily. അല്ലേ, അതായത് കമ്പനിയിലെ ജീവനക്കാരും തൊഴിലാളികളും ഒന്നിച്ചു ചേർന്നതാണ് എന്ത്, ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. They elect their leader on their own. Thus, the real strength of the leader lies in the workers. അവർ ഒന്നിച്ചു ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലീഡറെ തെരഞ്ഞെടുക്കുന്നു. ഇപ്പൊ ഒരു യൂണിയൻ ആകുമ്പോൾ അതിൽ ഒരു ഏറ്റവും ഒരു ടോപ്പിലുള്ള നമ്മൾ ഒരു ലീഡർ, ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നു. Then the real strength of the leader lies in the workers. പക്ഷെ ലീഡറിന്റെ സ്ട്രെങ്ത് ആരാണ്? അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന വർക്കേഴ്സ് ആണ് ഒരു ലീഡറിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. This is however just workers. This is however just opposite of the popular practice in various organizations as in case of unions. The authority flows from bottom to top. അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ട്രേഡ് യൂണിയനുകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. പക്ഷെ ഈ തൊഴിലാളികളും എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു അത് വ്യക്തമാക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടും ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നു. അതായത് ഇപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ, അപ്പോ അതിന് ഒരു എന്താ പറയാ, ഒരു മധ്യസ്ഥനായിട്ട് ഈ ട്രേഡ് യൂണിയൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
Then നാലാമത്തെ characteristics matching power with resources. Matching power with resources. അതായത് അവിടെയുള്ള വിഭവങ്ങളുമായിട്ടൊരു പൊരുത്തപ്പെടലുകൾ. It enables the workers to tackle the challenges posed activities of members of the union, which are collective in nature, help them to establish equality with the management of the company. It greatly helps in bargaining with the management of the company on the matters relating to the employees. എന്തിവിടെ പറയുന്നത് നോക്കാം. മാച്ചിങ് പവർ അല്ലെ, അതായത് ട്രേഡ് യൂണിയൻ എന്താണ് മാച്ചിങ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ട്രേഡ് കമ്പനിയിലെ ഒരു ഉന്നത മാനേജ്മെന്റ്, ഒരു ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റിന് ഇതുപോലെ തന്നെ ചലഞ്ചസുകൾ വെല്ലുവിളികളും മറ്റുമൊക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. ഈ വെല്ലുവിളികള് നേരിടുവാനായിട്ട് തൊഴിലാളികളെ പ്രാപ്തരാക്കുന്നു. അതായത് ഇപ്പൊ ഒരു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പം അവരുടെ മീൻസ് ഒരു എന്താണ് വിഭവങ്ങള്, ഗ്രേറ്റ് റിസോഴ്സസ് ഇറ്റ്സ് കമാൻഡ്. ഇപ്പൊ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന അവരുടെ വിഭവങ്ങള്, ആ ഒരു അവരുടെ വിഭവങ്ങളൊക്കെ യൂണിയൻ അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങള് ഈ മാനേജ്മെന്റുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട്, അതായത് ചിലപ്പോ ചില കാര്യങ്ങള് ഒറ്റക്കായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബെനഫിറ്റ്സിന്റെ കാര്യങ്ങളാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടണമെങ്കിൽ ആര് വേണം? ട്രേഡ് യൂണിയന്റെ ഒരു ഹെൽപ്പ് അവർക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മാനേജ്മെന്റിന്റെ ചില വെല്ലുവിളികളൊക്കെ നേരിടണമെങ്കിൽ അവർക്ക് ട്രേഡ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ്, ട്രേഡ് യൂണിയൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇവിടെ പറയുന്നത്, യൂണിയൻ അംഗങ്ങൾ, ഇപ്പൊ ട്രേഡ് യൂണിയനിലെ അംഗങ്ങൾ ഒരുമിച്ച് അവരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങള് കമ്പനിയുടെ ആ ഒരു മാനേജ്മെന്റുമായിട്ട് ഒരു തുല്യത സ്ഥാപിക്കാൻ, ഒരു ഇക്വാളിറ്റി സ്ഥാപിക്കാനായിട്ട് അവിടെ സഹായിക്കുന്നത്. നമ്മളിപ്പോ ഒരാള് ഒരു പ്രശ്നം വരുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നതിനേക്കാളും ഒരു കൂട്ടമായിട്ട് അല്ലെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു സൊല്യൂഷൻ നമുക്ക് ലഭിച്ചിരിക്കും. സോ അങ്ങനെ ഒരു തുല്യത സ്ഥാപിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട it greatly helps in bargaining with the management of the company on the matters relating to employees. എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാനേജ്മെന്റുമായിട്ട് ഒരു ബാർഗൈനിങ് നടത്താനായിട്ട് ഈ ട്രേഡ് യൂണിയൻ കൂടെ ഉണ്ടായിരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഒന്നിച്ച് ഒരു കാര്യം ഒറ്റയ്ക്ക് ബാർഗൈൻ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻ ശ്രമിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. രണ്ടാമത്തതും മൂന്നാമത്തെ പോയിന്റും ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? മൂന്നും നാലും പോയിന്റ്സ് ആണ് കേട്ടോ വായിക്കാൻ പറഞ്ഞത്. ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്, then matching power with resources. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് characteristics. Works as an intermediary between employees and employer. എംപ്ലോയർക്കും എംപ്ലോയീസിനും ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നതാണ്. Trade unions also play the role of mediators between the employees and management of company. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് ടോപ്പ് പോയിന്റ്.
Trade union also play the role of mediator between employees and the management of the company. എംപ്ലോയീസിന്റെയും മാനേജ്മെന്റിന്റെയും ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ട്രേഡ് യൂണിയനുകൾ. Then, although the basic role of the trade union is to protect the interest of workers, it also works as a means to clarify any sort of confusion or tension between workers and the management. So, trade union basic role എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. അതായത് അവരുടെ വർക്കേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക. Then trade union sees the process of decision making as the management can just consult the trade unions and does not need discuss with every employee before arriving at a decision. അതായത് തീരുമാനമെടുക്കൽ പ്രക്രിയ ഡിസിഷൻ മേക്കിംഗ് ട്രേഡ് യൂണിയൻ എളുപ്പമാക്കുന്നത്. അതായത് കമ്പനി മാനേജ്മെന്റുകളൊക്കെ തീരുമാനം എടുക്കുമ്പോൾ എല്ലാ എംപ്ലോയീസുമായിട്ട് ചർച്ച നടത്തണമെന്ന് അത് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. സോ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മള് ഇപ്പൊ ചിലപ്പോ അവര് എംപ്ലോയീസിന് അതിൽ ഇൻക്ലൂഡഡ് ആക്കില്ല കമ്പനികൾ ചർച്ചകളൊക്കെ എടുക്കുമ്പോൾ. സോ നമ്മൾ ട്രേഡ് യൂണിയനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി ഈ ചർച്ചകൾ ഡിസിഷൻ എടുക്കുമ്പോൾ എംപ്ലോയീസിനെ കൂടി അതിൽ ഇൻവോൾവ്ഡ് ആക്കുന്നു. The information is then disseminated among the employees from end of the trade union. It also need to carry out the task of persuading the employees positively regarding the decision taken by the management with the consent of trade union. So trade union നമ്മൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസിഷൻ മേക്കിംഗിൽ എംപ്ലോയീസിനെ കൂടി അവര് ഇൻക്ലൂഡ് ചെയ്യുന്നു. Then ട്രേഡ് യൂണിയന്റെ സമ്മതത്തോട് കൂടിയിട്ട് തന്നെ മാനേജ്മെന്റ് ഡിസിഷൻസുകളൊക്കെ എടുക്കും. Then ഈ തീരുമാനങ്ങൾ എന്ത് ചെയ്യും ട്രേഡ് യൂണിയൻ എംപ്ലോയീസിന് അതിന്റെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ ട്രേഡ് യൂണിയൻ അവിടെ ഒരു റോളായിട്ട് ഒരു രണ്ടുപേരുടെയും മധ്യസ്ഥനായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഓക്കെ, രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ ട്രേഡ് യൂണിയൻ കൊണ്ട് സാധിക്കും. വായിച്ചു നോക്കുക കേട്ടോ. ഫസ്റ്റത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത എല്ലാവരും. ട്രേഡ് യൂണിയൻ ഓൾസോ പ്ലേ ദ റോൾ ഓഫ് മീഡിയേറ്റർ ബിറ്റ്വീൻ. ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ട്രേഡ് യൂണിയൻ. എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. അയച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് വായിച്ചില്ല അവർ. അഞ്ചാമത്തെ പോയിന്റ്. ഓക്കെ, then last one, act as a subsystem. ഒരു സബ്സിസ്റ്റം ആയിട്ട് ട്രേഡ് യൂണിയൻസുകൾ പ്രവർത്തിക്കുന്നത്. The role of trade union has grown in importance that they are now considered as a part of the social system. ട്രേഡ് യൂണിയനുകൾ ഇന്ന് നമ്മള് സോഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ നമ്മൾ കണക്കാക്കുന്നത്. Changes in social, economic, political and legal environment of the country greatly impacts the nature of such system. നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയപരമായിട്ടുള്ള, നിയമപരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഓർഗനൈസേഷൻസിലുള്ള ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അല്ലെ, അങ്ങനെയുള്ള മാറ്റങ്ങളിൽ നമ്മള് ആ ഒരു മാറ്റങ്ങളിൽ ഈ ഒരു ട്രേഡ് യൂണിയനുകൾ വളരെയധികം സ്വാധീനിക്കുന്നു.
we can say the trade unions work in a socio-economic system as one unit. So നമുക്ക് എന്ത് പറയാം, എല്ലാ അംഗങ്ങൾക്കും, അതായത് ഒരു സോഷ്യൽ സിസ്റ്റം, ഒരു യൂണിറ്റ്, ഒരു വൺ യൂണിറ്റ്, ഒരു ഒന്നിച്ചുള്ള സിസ്റ്റമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു സാമൂഹിക സാമ്പത്തിക സിസ്റ്റമായിട്ട് തന്നെ ട്രേഡ് യൂണിയനെ കണക്കാക്കുന്നു. In order to protect and promote interest of all members employed, അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിന്റെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ ട്രേഡ് യൂണിയൻസ് ചെയ്യുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക. ലാസ്റ്റ് പോയിന്റ്, ആക്ട് ആസ് എ സബ്സിസ്റ്റം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ട്രേഡ് യൂണിയന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. പോയിന്റ്സുകൾ മാത്രം നോക്കുക. അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ, കോമൺ ഇൻട്രസ്റ്റ്, ബോട്ടം അപ്പ് അതോറിറ്റി അപ്രോച്ച്, മാച്ചിങ് പവർ വിത്ത് റിസോഴ്സസ്, work as an intermediary between employees and the employer, act as a subsystem. Okay, ആ മെയിൻ പോയിന്റ്സുകൾ 6 ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ഒരു 3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒരു 3 ടൈംസ് ഒന്ന് വായിക്കുക, മെയിൻ ആയിട്ടുള്ള 6 ക്യാരക്ടറിസ്റ്റിക്സുകൾ മാത്രം. ഓക്കെ, വായിച്ചു എല്ലാവരും? 3 ടൈംസ് നോക്കിയോ ക്യാരക്ടറിസ്റ്റിക്സ്? ഓക്കെ, പഠിക്കണോട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. Then next one, reasons for employee to join trade union. എംപ്ലോയീസ് ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്, അല്ലെ? പല റീസൺസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയനിൽ അംഗമാകണം എന്നുള്ളൊരു തോന്നൽ വരണമെങ്കിൽ അതിന് പിന്നില് പല കാരണങ്ങളും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. Employees join trade unions due to the following reasons. റീസൺസ് മാത്രം ജസ്റ്റ് ഒന്ന് പേരുകൾ നോക്കാം, കാരണങ്ങൾ നോക്കാം കേട്ടോ. Increased bargaining power, minimal discrimination, security and other benefits, increased involvement, peer pressure and added respect. Employee can express themselves, better employee-employer relationship. ഇതൊക്കെയാണ് റീസൺസുകൾ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എംപ്ലോയി ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യാനായിട്ട് റീസൺസുകൾ വളരെ എളുപ്പമായിട്ട് നോക്കാം. മെയിൻ പോയിന്റ്സുകൾ പഠിച്ചു വെക്കണം. റീസൺസുകൾ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ദ ബാർഗെയിനിങ് പവർ. അല്ലെ, ബാർഗെയിനിങ് പവർ, വിലപേശാനായിട്ടുള്ള ഒരു ശക്തി, അല്ലെ? നോക്കാം. It is a well-known fact that an individual employee has
very little power of negotiation in comparison to his employers. അല്ലെ, വെരി ലിറ്റിൽ പവർ, അതായത് എന്താണ് നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ ചർച്ചകള്. ഇപ്പൊ ഒരു വ്യക്തിക്ക്, ഒരു എംപ്ലോയീസിന്, ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്ക് മാനേജറും എംപ്ലോയേഴ്സുമായിട്ട്, ഒരു ഉടമയായിട്ട് ചർച്ചയ്ക്ക് ഒരാൾക്ക് അയാൾക്ക് ഒറ്റയ്ക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു ശക്തി മാത്രമാണെന്ന്. അതായത് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ട് അത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. And if an employee is dissatisfied with the terms and conditions of the job, which means salary and working hours, he may leave the job. അല്ലെ, അതായത് ഇപ്പൊ ഒരു വ്യക്തി, ഇപ്പൊ നമ്മള് ഒരു കമ്പനിക്ക് ജോലി ചെയ്യുകയാണ്. സോ നമ്മൾ അവിടെ ഒരു ഡിസാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ ഒരിക്കലും സംതൃപ്തിയില്ല. കാരണം ചിലപ്പോൾ അവിടുത്തെ ജോബ് കണ്ടീഷൻസ് മോശമായിരിക്കാം, സാലറി, അതുപോലെ വർക്കിംഗ് അവേഴ്സ്, ഇതൊക്കെ മോശമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹി മേ ലീവ് ദ ജോബ്. ആ ജോബ് നമ്മൾ ലീവ് ചെയ്യും, നമ്മൾ ഉപേക്ഷിക്കും. But practically it is not possible for an employee to switch jobs repeatedly due to dissatisfaction with a company. ഇനി എല്ലാ കമ്പനിയിലും ഇങ്ങനെ നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനിയിൽ പോയി, അവിടെ പോയിട്ട് ഇതുപോലെ അവിടുത്തെ ജോബ് കണ്ടീഷൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ സാലറി പ്രശ്നമാണ്, വർക്കിംഗ് അവേഴ്സ് പ്രശ്നമാണ്, സോ നമ്മൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഒരു ജോബ് നോക്കി, വീണ്ടും നമ്മൾ പോയോടുത്ത് ഇതേ സിറ്റുവേഷൻ ആണ് എങ്കിൽ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ എപ്പോഴും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് നിലനിൽക്കാൻ പറ്റിയില്ല എങ്കിൽ എന്താ പറ്റുന്നത്? Such a situation may cause financial as well as emotional problems of employee. അല്ലെ, ഇപ്പൊ നിങ്ങള് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾ അവർക്ക് സാലറി കുറവാണ്, അല്ലെങ്കിൽ ബെനിഫിറ്റ് ഒന്നുമില്ല, ഭയങ്കര വർക്കിംഗ് അവേഴ്സ് ആണ്, വർക്ക് ലോഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമുക്ക് പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലിവ് ചെയ്ത് പോകും, അല്ലെ? നമ്മൾ ലിവ് ചെയ്തു, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കമ്പനിയിൽ മറ്റൊരു ജോലിക്ക് കയറി, അവിടെയും ഈ സെയിം പ്രശ്നമാണ്. ഇങ്ങനെ വർക്കിംഗ് അവേഴ്സ് ആണ്, പറ്റണില്ല, മാക്സിമം നമ്മൾ നിന്നു, പക്ഷെ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ലിവ് ചെയ്യും. ഇങ്ങനെ എപ്പോഴും നമുക്ക് ഒരു സ്ഥിരത ഇല്ലാണ്ട് ഇങ്ങനെ നമ്മൾ എപ്പോഴും ക്വിറ്റ് ചെയ്ത് പോകുമ്പോ അത് സാമ്പത്തികമായിട്ടും പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇമോഷണൽ ആയിട്ടും മാനസികമായിട്ടും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ആകില്ലേ? നിങ്ങൾക്കാണെങ്കിൽ എന്താണ് അവസ്ഥ? അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കറക്റ്റ് ആയിട്ട് നമുക്ക് സാലറി കിട്ടുമോ? സാലറി കിട്ടില്ല. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ ഓരോ ജോലിയിലും കുറച്ച് നിൽക്കാൻ പറ്റാതെ മറ്റു ജോലിയിലോട്ട് ഇങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമോ? ഉണ്ടോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഇല്ല ക്ലാസ്സിലാരും? സാറ്റിസ്ഫൈഡ് ആയിരിക്കോ നിങ്ങള്? ഉണ്ടോന്നാണോ പറഞ്ഞത്? ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? എല്ലാവരും ഇവിടെ തന്നെ ഇല്ല? ഇനി ക്ലാസ് വെച്ചിട്ട് ഉറങ്ങിയാണ് എല്ലാവരും? എന്താ ഇവിടെ ക്ലാസ്സിൽ എല്ലാവരും? മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഒന്നും ഒരു റെസ്പോൺസും ഇല്ല. ഓക്കെ, ഉച്ച സമയമാണല്ലോ, ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ഉറക്കം വരുന്ന സമയമൊക്കെയാണ്. അതിന്റെ ഇടയിലാണ് ട്രേഡ് യൂണിയനൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലെ? അങ്ങനെയാണോ? ഇവിടെ ഇല്ലേ ക്ലാസ്സിൽ എല്ലാവരും? ഓക്കെ, പഠിച്ചല്ലേ പറ്റൂ നമുക്ക്, അല്ലെ? ചിലപ്പോ കുറച്ച് ബോറിംഗ് ഒക്കെ ഉണ്ടാകും. എല്ലാം ഒരുപോലെ കേട്ടിരിക്കാനായിട്ട് വലിയ രസമൊന്നും ഉണ്ടാവില്ല, അല്ലെ? ചിലതൊക്കെ നമുക്ക് കേട്ടിരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും, ചില കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. എങ്കിലും സുഖമില്ലാന്ന് കരുതി നമുക്കത് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്ക് പഠിക്കാതിരിക്കാനും പറ്റില്ല, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും പറ്റില്ല, അല്ലെ? അപ്പൊ എന്തായാലും സഹിച്ചിരുന്നേ പറ്റൂ, പഠിക്കണം, അല്ലെ? കുറച്ച് നാളത്തൊരു കഷ്ടപ്പാടല്ലേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്ക്. ഓക്കെ, ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു റിസൾട്ട് കിട്ടും കുറച്ച് നാളത്തെ ഒരു എഫേർട്ടിന് ശേഷം. ഓക്കെ, ദെൻ തിരിച്ചു വരാം ക്ലാസ്സിലോട്ട്. അപ്പോൾ പറയുന്നത്, അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ജോബിൽ നിന്ന് ക്ലിക്ക് ചെയ്തിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും, ദെൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ദ ബെറ്റർ ഓപ്ഷൻ ഫോർ ഹിം ഈസ് ടു ജോയിൻ എ ട്രേഡ് യൂണിയൻ. അപ്പോൾ ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രേഡ് യൂണിയനിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. which can take an appropriate action against management of the concerned company. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ട്രേഡ് യൂണിയനായിട്ട് ബന്ധപ്പെടാണ്. അല്ലാതെ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. ട്രേഡ് യൂണിയനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒന്നിച്ചു നിന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാനായിട്ട് ട്രേഡ് യൂണിയനുകൾ ഈ കമ്പനി മാനേജ്മെന്റുമായിട്ട് സംസാരിക്കും. Then threatening or actually going on a strike is an effective method that may lead the manager to agree to the employee's conditions and put consent to it. ഇനി ട്രേഡ് യൂണിയനിൽ നമ്മൾ പോയി ചേർന്നു,
നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ സാലറി വേജിന്റെ പ്രശ്നമായിരിക്കും, വർക്കിംഗ് അവേഴ്സ് ആയിരിക്കാം അല്ലെ. സോ ഈ എംപ്ലോയീസിന്റെ വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിന് സമ്മതം നൽകാനൊക്കെ ആയിട്ട് ട്രേഡ് യൂണിയൻസുകൾ ഇതുപോലെ തന്നെ മാനേജ്മെന്റിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ സ്ട്രൈക്കുകൾ, പണിമുടക്കുകളൊക്കെ നമ്മൾ പണിമുടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീഷണിപ്പെടുത്തുന്നത് പോലെ, ഭീഷണിപ്പെടുത്തലല്ല, ഒരു പണിമുടക്കുകളോ അങ്ങനെ സ്ട്രൈക്സ് അതുപോലെ സ്ട്രൈക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻസുകൾ അവർ കൊണ്ടുവരുന്നു. സോ അതിലൂടെ നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യം ചിലപ്പോൾ സാലറി ഇൻക്രിമെന്റ് ആയിരിക്കാം, ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ എന്തെങ്കിലും ആയിരിക്കാം, അത് നമ്മളുടെ ആ ഒരു കൺസെന്റിലോട്ട് എത്തിച്ചേരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ട്രേഡ് യൂണിയൻ. അല്ലാതെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യമാകില്ല. ഒന്നിച്ച് പ്രവർത്തിച്ച് ചെയ്യുമ്പോൾ അതിന് നമുക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് റീസൺ, ഇൻക്രീസ്ഡ് ബാർഗൈനിങ് പവർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് ആ പോയിന്റ്? നമുക്കിത് ഓക്കെ വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തില്ല ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ റീസൺ നോക്കാം, മിനിമൽ ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പ്രൊമോഷൻ ഡിസിഷൻ, ട്രാൻസ്ഫർ ഡിസിഷൻ, salary determination, etc. are such decisions which are entirely dependent on the personal perspective, feelings, opinions, or understanding of the manager. അപ്പോ ഈ പ്രൊമോഷൻ അതുപോലെ തന്നെ ട്രാൻസ്ഫർ, സാലറി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാനേജറെ ആണെന്ന്. Then hence superior subordinate relationship may play a crucial role in it. The chance of partiality and biases may also crop up. In such a situation, the role of trade union becomes very important as they can force the management to frame personal policies in order to ensure parity among the workers. ഇവിടെ പറയുന്നത് പ്രൊമോഷൻ, ഡിസിഷൻ, ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മാനേജറുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകള്, അവന്റെ വികാരങ്ങള്, അതൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥര്, കീഴുദ്യോഗസ്ഥര് എന്നുള്ള ആ ഒരു ടൈപ്പിലെ ബന്ധങ്ങൾ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പിന്നെ പറയുന്നത് തൊഴിലാളികൾക്കിടയിൽ, അതായത് എംപ്ലോയീസിനിടയിൽ ഒരു ഇക്വാളിറ്റി, ഒരു തുല്യത നിലനിർത്താൻ വേണ്ടിക്കൊണ്ട് പേഴ്സണൽ ആയിട്ടുള്ള പോളിസികൾ, നയങ്ങളൊക്കെ രൂപപ്പെടുത്താം. അതുപോലെ തന്നെ പേഴ്സണൽ പോളിസികളെ രൂപപ്പെടുത്താനും ദെൻ മാനേജ്മെന്റിനെ ട്രേഡ് യൂണിയനുകൾ നിർബന്ധിക്കുന്നു. ട്രേഡ് യൂണിയൻ അവരെ നിർബന്ധിക്കും, കാരണം ഡിസ്ക്രിമിനേഷൻ ഒന്നും വരാതെ ഡിസിഷൻ മേക്കിങ്ങിലും മറ്റും എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റിനെ നിർബന്ധിക്കുന്നു. Then they force management to frame personal policy. Means വ്യക്തിപര പോളിസികളൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിനെ കൂടി അതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി ട്രേഡ് യൂണിയൻസുകൾ പറയുന്നു. Also, the decision related to laborers taken to the top management are closely monitored by the labor unions. So, എന്ത് ചെയ്യുന്നു? ലേബർ യൂണിയനുകൾ നിരീക്ഷിക്കുന്നു. മീൻസ് എങ്ങനെയാണ് എംപ്ലോയീസിന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു.
All this can reduce the scope of partiality then and biases in the organization. അപ്പോൾ ഓർഗനൈസേഷൻസിൽ ഒരു പാർഷ്യാലിറ്റിയും ബയാസസും കൂടാതെ എല്ലാ എംപ്ലോയീസിനെയും ഈക്വൽ ആയിട്ട് പരിഗണിച്ച് ഈക്വൽ ആയിട്ട് അവർക്ക് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഒഴിവാക്കുന്നു. അല്ലാതെ ആളെ നോക്കിക്കൊണ്ട് അങ്ങനെ നമുക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ ബെനിഫിറ്റ്സുകൾ കൊടുക്കാതെ ഈക്വൽ ആയിട്ട് എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കാനായിട്ട് ഈ ട്രേഡ് യൂണിയനുകൾ ഹെൽപ്പ് ചെയ്യുന്നു. മാനേജ്മെന്റിനെ പ്രേരിപ്പിക്കുകയാണ് അവര്. വായിച്ചു നോക്കുക കേട്ടോ. സെക്കൻഡ്, മിനിമം ഡിസ്ക്രിമിനേഷൻ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി മൂന്നാമത്തത് സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. സുരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും. After joining a trade union, employees feel secure, and this is the main factor behind employee joining trade union. ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യുമ്പോൾ എംപ്ലോയീസിന് ഒരു സുരക്ഷ എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എംപ്ലോയീസ് ജോയിൻ ചെയ്യാനായിട്ട് അതിൽ ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി തന്നെയാണ്. They feel protected from several workplace hazards as well as issues related to salary and other benefits. Then employees അവർക്ക് സ്വയം ഒരു ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. Protected from several workplace hazards. വർക്ക്പ്ലേസിലുള്ള അപകടങ്ങളിൽ നിന്നും. Then issues related to salary and other benefits. സാലറി മറ്റ് ബെനിഫിറ്റ്സ് പോലുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നു. എക്സാമ്പിൾ, ഇഞ്ചുറി, വർക്ക്പ്ലേസ് ആക്സിഡന്റ്, സിക്നസ് എക്സെട്ര. ഇപ്പോ ഒരു വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഇഞ്ചുറികളോ അല്ലെങ്കിൽ സിക്നസ് മറ്റു അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെ അവർ ട്രേഡ് യൂണിയനെ കാണുന്നു. ട്രേഡ് യൂണിയൻസ് ഓൾസോ ഫോഴ്സ് ദ മാനേജ്മെന്റ് ടു ഇൻവെസ്റ്റ് ഇൻ എംപ്ലോയി വെൽഫെയർ സർവീസസ് സച്ച് ആസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഹെൽത്ത് ഇൻഷുറൻസ് എക്സെട്ര. ട്രേഡ് യൂണിയൻസുകൾ മാനേജ്മെന്റിനെ ഫോഴ്സ് ചെയ്യുന്നു എംപ്ലോയീസിന്റെ വെൽഫെയർ സർവീസസുകൾക്ക് വേണ്ടി. റിട്ടയർ ബെനിഫിറ്റ്സുകളോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റിനെ ഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് സെക്യൂരിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. ഇൻക്രീസ് ചെയ്യുന്നു. If the employees join trade union, they can actively take part in the management of those matters
which are related to their well-being and interest. ട്രേഡ് യൂണിയനിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ എംപ്ലോയീസിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അത് പങ്കെടുക്കാനായിട്ട് നമ്മളെ സാധിക്കുന്നു. Then, which are there in this way, they can also impact the decision which are taken by management through collective bargaining between management and the trade union. മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചുള്ള കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ ഈ ട്രേഡ് യൂണിയൻസിനും സ്വാധീനിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്വാധീനിക്കാനായിട്ട് അവർക്ക് കഴിയും. കാരണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ട്രേഡ് യൂണിയൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ കളക്റ്റീവ് ബാർഗെയിൻ ചെയ്യുമ്പോൾ അതിൽ ഒരു തീരുമാനത്തിലോട്ട് എത്താനായിട്ട് ഒരു ട്രേഡ് യൂണിയൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വായിച്ചു നോക്കുക. ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ്. Okay, then next one, peer pressure and added respect. Peer pressure സമപ്രായക്കാരുടെ ഒരു pressure. Many employees join trade union due to the only reason that many of their colleagues are members of it. കൂടുതൽ പേരും ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒപ്പമുള്ള കൊളീഗ്സ് അതിൽ മെമ്പർ ആയിരിക്കും. Sometimes an employee join under peer pressure, and if he does not do so, he finds it difficult to do his routine work. അതായത് കൂടുതൽ പേരും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ അവരുടെ കൂടെയുള്ള കോളേജ് അതിൽ മെമ്പേഴ്സ് ആയിരിക്കും. സോ സംടൈംസ് എംപ്ലോയീസ് എന്ത് ചെയ്യും, അവർ നമ്മളെ പ്രഷർ ചെയ്യും, നിങ്ങളും ചേര് അല്ലെങ്കിൽ നീയും ചേര് എംപ്ലോയി ട്രേഡ് യൂണിയനിൽ അംഗമാക്കും. അപ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനൊക്കെ സാധിക്കും. നല്ലതാണ് അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു പ്രേരണയിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് യൂണിയനിൽ അംഗങ്ങളാകുന്നു. Then the workers or employees who are already the members of the trade union are given a great respect by their colleagues. ഓൾറെഡി നമ്മളുടെ കൊളീഗ്സ് അതിൽ മെമ്പർ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കും ആ ഒരു എന്താ പറയാ അവരുടെ ഒപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് നിർത്തുന്നു, ഇതിനൊരു റെസ്പെക്ട് നമുക്ക് തരുന്നു. Another factor which cultivates the sense of belongingness among union members is that they can discuss their grievances with the leaders of trade unions. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ട്രേഡ് യൂണിയനുകൾ ആ ഒരു പരാതികളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ട്രേഡ് യൂണിയൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് മാനേജ്മെന്റിനോട് പറഞ്ഞ് അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് ട്രേഡ് യൂണിയൻസുകൾ വഴി ലഭിക്കുന്നു. വായിച്ചു നോക്കാം. പിയർ പ്രഷർ ആണ് ആഡഡ് റെസ്പെക്ട്. Okay, then next, employees can express themselves. To get a proper chance or opportunity for expressing oneself remains the topmost wish of many people. Like എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത് എന്താണ്, തങ്ങളുടെ സ്വയം പ്രകടിപ്പിക്കാനായിട്ടുള്ള നമ്മളുടെ സ്വന്തം ആശയങ്ങള് അല്ലെ നമ്മളുടെ കാര്യങ്ങള്
ഇത് പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു ശരിയായ അവസരം ലഭിക്കുക എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എവറി പേഴ്സൺ വിഷസ് ടു ഷെയർ ഹിസ് ഫീലിംഗ്സ്, ഒപ്പീനിയൻസ്, തോട്ട് ആൻഡ് ഐഡിയാസ് വിത്ത് അതേഴ്സ്. അല്ലെ, എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? നമ്മുടെ ഒപ്പീനിയൻസും നമ്മുടെ ഫീലിംഗ്സും നമ്മുടെ തോട്ടും ഐഡിയാസും ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. ഇൻ ദ സെയിം വേ ദേ വാണ്ട് ദ മാനേജ്മെന്റ് ടു ഓൾസോ ലിസൺ ടു ദം. അതുപോലെ തന്നെ ഈ നമ്മുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയനും നമ്മുടെ ചിന്തകളും നമ്മുടെ ഐഡിയാസും ഇതെല്ലാം മാനേജ്മെന്റ് കേൾക്കണം എന്നത് കൂടിയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദിസ് ഈസ് ഓൺലി പോസിബിൾ ബൈ യൂസിങ് ട്രേഡ് യൂണിയൻസ് ആസ് ദ പ്ലാറ്റ്ഫോം. അപ്പൊ അതിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഈ ട്രേഡ് യൂണിയൻ not only helps employees to discuss their ideas, issues, grievances and opinion. Trade union എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ ഐഡിയകളും ഇഷ്യൂസുകളും ഗ്രീവനസുകളും ഒപ്പീനിയൻസും ഡിസ്കസ് ചെയ്യാൻ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ദം ടു മാനേജ്മെന്റ്. മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ട്രേഡ് യൂണിയനുകൾ ഹെൽപ്പ് ചെയ്യുന്നു. Such as collective voice or opinion of the employees is heard and given due to attention by management during policy decision. For policy decisions എടുക്കാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ട്രേഡ് യൂണിയൻസുകൾ. ലാസ്റ്റ് പോയിന്റ് കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബെറ്റർ എംപ്ലോയർ റിലേഷൻ. എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള നല്ലൊരു ബെറ്റർ റിലേഷൻ. Employees want to join trade union because they feel that these unions can fulfill essential needs and can maintain proper relation between them and the management. Employees trade unionൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ എസെൻഷ്യൽ നീഡ്സുകൾ അവിടെ ഫുൾഫിൽ ആകും. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻ മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയൻ വഴി സഹായിക്കും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് എംപ്ലോയീസ് ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യുന്നത്. Trade unions also help the peaceful solution of the problems of employees with the management of the company. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ട്രേഡ് യൂണിയൻസ് വഴി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസ് ട്രേഡ് യൂണിയനിൽ ജോയിൻ ചെയ്യുന്നത്. ആറാമത്തെയും ഏഴാമത്തെയും പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാവരും. അപ്പൊ നമ്മൾ നോക്കിയത് റീസൺ ഫോർ എംപ്ലോയീസ് ടു ജോയിൻ ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയനിൽ എംപ്ലോയീസ് ചേരുന്നതിന് ജോയിൻ ചെയ്യാനായിട്ടുള്ള കാരണങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ്ഡ് ബാർഗൈനിങ് പവർ, മിനിമൽ ഡിസ്ക്രിമിനേഷൻ, security and other benefits, increased involvement, peer pressure and added respect. Employees can express themselves, better employee-employer relationship. Okay, clear ആണല്ലോ reasons. Then next വരുന്നത് ട്രേഡ് യൂണിയന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. Okay, ഒബ്ജക്റ്റീവ്സിലെ കുറച്ച് പോയിന്റ്സിലാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. Then പിന്നെ പഠനമൊക്കെ എവിടെ വരും പോകുന്നു? പഠിക്കുന്നുണ്ട് എല്ലാവരും? എക്സാമിന് വേണ്ടി മാത്രം വെച്ചിട്ടില്ലല്ലോ ആണോ? എന്ത് പറ്റി? ഒരു റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ക്ലാസ് സ്ട്രെങ്ത്തും കുറഞ്ഞു പോയി, റെസ്പോൺസ് ഒന്നും ഇല്ല. ഇവിടെ ഇല്ലേ എല്ലാവരും? അനക്കൊന്നും ഇല്ലല്ലോ ക്ലാസ്സില്. ഉറങ്ങിയാണ് എല്ലാവരും. 1 മണിക്കൂറത്തെ 1 hour ക്ലാസ് ആണ് നമുക്ക് ആകെയുള്ളൂ. അതിലിരുന്നോണ്ട് ഉറക്കമാണോ?
കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബോറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ട്രേഡ് യൂണിയനും ഒരുപാട് ഇങ്ങനെ ഒരു കാര്യം തന്നെ ഇങ്ങനെ കുറെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ സഹിച്ചല്ലേ പറ്റൂ നമ്മള്, ഇല്ലേ? ആണോ? ഒന്നും മിണ്ടണില്ലല്ലോ നിങ്ങള്, അതെ മിസ്. അല്ലെ? കുറച്ച് ബോറിംഗ് ഒക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയാനില്ല. നമ്മൾ എടുക്കുന്ന ചില കാര്യങ്ങൾ ചില പോർഷൻസ് അങ്ങനെയായിരിക്കും. ഒരുപാട് നമുക്ക് കേട്ടിരിക്കാൻ വലിയ ചാമല്ലേ, വലിയ സുഖമൊന്നും ഉണ്ടാവില്ലോ അല്ലെ. അപ്പോ എങ്കിലും നമ്മൾ പഠിക്കണം, നമ്മൾ പഠിച്ചാലേ പറ്റൂ. നമ്മൾ കോഴ്സിന് വേണ്ടി നമ്മൾ ജോയിൻ ചെയ്തു, നമുക്കൊരു ജോലി വേണം എന്നുള്ളൊരു ലക്ഷ്യത്തോടാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ലക്ഷ്യം എപ്പോഴും മുന്നിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഉറക്കം ക്ഷീണമൊക്കെ പോയിക്കോളും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ദെൻ സമയം കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം കുറച്ച് പഠിച്ചു പോകാം കേട്ടോ. നിങ്ങൾക്ക് അടുത്ത ദിവസം ഒബ്ജക്റ്റീവ്സ് എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, Miss. Thank you, Miss.